Thank you, Chechi. Thank you so much. Look at the last sentence that Chechi read just now. This is something that a soldier tells to the king of Aram. Okay, what is that? Yes. The words that you speak in bedroom is revealed by a prophet in Israel. That is so powerful. That is so powerful. Because to explain the context, okay, so we know that we have heard several sermons with this passage. Okay, so I know that you know the story behind this, but I just want to quickly remind you what is happening here. We see that King of Aram, he was at a war with the King of Israel. King of Israel, Kingdom of Israel, so what King of Aram is doing is he's trying to plot a trap for the Kingdom of Israel or the King of Israel. But whenever he's planning out something like this, okay, there is a man called Elisha, a prophet in Israel. He gets to know about this and he goes to the king of Israel and he says that, hey king, you know something? The enemy is behind you, so be careful. So this is how the king of Israel used to get his, the message, okay? Whenever there is a trap, the prophet of God comes and tells him. So this is something very important for the church as well. ഒരു സഭയ്ക്കും ഇത് ഭയങ്കര അത്യാവശ്യമായ ഒരു സംഭവമാണ്. ശത്രുവിൻ്റെ ഒരു പ്ലാൻ ശത്രു ഇടുമ്പം ദൈവമക്കളായിരിക്കും നമ്മളത് അറിയണം. വന്ന് കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറയുകയല്ല, നമ്മളത് അറിയണം. നമ്മളത് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, ഈ പ്രോഫറ്റ്സിനുള്ളൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ സോ ക്ലോസ് ടു ഗോഡ്. എനിക്ക് പ്രോഫറ്റ്സിനോട് ഭയങ്കര റെസ്പെക്റ്റാണ്, ഭയങ്കര ബഹുമാനമാണ്. ബട്ട് സ്റ്റിൽ സംതിങ് ദറ്റ് ഐ ഓൾവേസ് ലുക്ക് അറ്റ് ദം ഇസ് ലൈക്ക്, അവരോട് ദൈവം ഒരു കാര്യം പറയണമെങ്കിൽ ദൈവം എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ. എന്നോടൊരു കാര്യം പറയാതെ അഖിലേഷ് പാസ്റ്ററിനോട് ദൈവം പറയുന്നെങ്കിൽ അഖിലേഷ് പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഗോഡ് ഈസ് ട്രസ്റ്റിംഗ് അഖിലേഷ് പാസ്റ്റർ ആൻഡ് ഗോഡ് ഈസ് റിവീലിംഗ് ദീസ് തിങ്സ് ടു ഹിം. ആമേൻ. സോ മോർ ദാൻ സോ നിങ്ങൾക്ക് തിയോളജിക്കലി പറയാം ദാറ്റ് ഈസ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആണ് ദൈവം തരുന്നതാണ്, അതെല്ലാം ഞാൻ അഗ്രി ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ്, ഒരു പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് കുഴയുന്നതിനെക്കാട്ടിലും ബെറ്റർ പ്രശ്നം വരുന്നതിന് മുൻപേ തന്നെ ദാണ്ട് ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് സഭയുടെ നടുവിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ, കുടുംബത്തിൻ്റെ നടുവിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ, ഒരു ദേശത്തിന് വേണ്ടി ഒരു കാവൽക്കാരൻ എങ്ങനെ നിൽക്കുന്നോ അതുപോലെ നിൽപ്പാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ആമേൻ. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ we are waiting for someone else to come. We are waiting for a prophet to come to our church. We are waiting for a man of God to come to our church. The question is, isn't he praying to the same God that we pray? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം നമ്മളോട് പറയത്തില്ലേ അത്രയ്ക്ക് മോശമാണ് നമ്മുടെ ജീവിതം? This is something that we need to question ourselves today. Now, coming back to the story, Elisha knew everything that the king of Aram was planning. And he revealed all these things to whom? The king of Israel. Now, here the soldier of Aram, he goes to the king of Aram and he says that it is none of us who are spying, but there is a prophet who is revealing all our plans. And he says that whatever words that you speak in your bedroom, അതുപോലെ അവിടെ അറിയുന്നുണ്ടെന്ന്. അന്നേരം നമ്മൾ ഇതിനകത്ത് ഈ ഒരു കോണ്ടെക്സ്റ്റ് വിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഇല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂമിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യവും കാതോർത്ത് കേൾക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. So that's why the word of God says, the birds of the air will
ടേക്ക് യുവർ വേർഡ്സ്, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഇറ്റ് വിൽ ടേക്ക്, ആൻഡ് വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ ലെറ്റ് ദ ഫാദർ നോ ഇതാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതെന്നൊക്കെ. സോ വി ഷുഡ് ബി വെരി വെരി കോഷ്യസ് അബൌട്ട് വാട്ട് വി സ്പീക്ക്. നമ്മുടെ അടുത്തുള്ളൊരു സ്നേഹിതനെ പറ്റി, നമ്മുടെ പാസ്റ്ററിനെ പറ്റി, നമ്മുടെ വിശ്വാസികളെ പറ്റി നമ്മൾ എന്തോ വീട്ടിൽ പറയുന്നത് നമ്മൾ ചിന്തിക്കും, എൻ്റെ ഭാര്യയോടല്ലേ പറഞ്ഞത്, ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോടല്ലേ പറഞ്ഞു. നോ 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 നോ. അതിനുപരി there is a God who hears everything that we speak. So today it's a time to analyze. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഞാനും അരുതാത്തത് പറഞ്ഞിട്ടുണ്ട്. But it is a high time to understand if there is a mistake. It's high time to reconcile and get back to God. Amen. So here the soldier says that Elisha is the one who is revealing our plans. Now what happens is, like, the king of Aram, he says, okay, let's do one thing. Instead of attacking the king of Israel, let's go and attack him or else capture him. Okay, so they are on a mission, and they came to the place called Dothan. They came to a place called Dothan. So ഈ സ്ഥലത്താണ് ആര് താമസിക്കുന്നത്? ഏലീഷ. So ഏലീഷ ഒറ്റയ്ക്കല്ല, ഏലീഷ and his servant. Okay, so there are two people who are staying here, Elisha and his servant. So before getting into that portion, let me tell you something about the place that they are staying in. Dothan. ഈ പദം നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഇതിനു മുൻപേ. എവിടാ അത്? യോസെഫ്. ദാറ്റ് ഈസ്, അപ്പം പറഞ്ഞു, മോനെ പോയി ചെന്നിട്ട് നിന്റെ സഹോദരന്മാരുടെ അന്വേഷണം അറിഞ്ഞിട്ട് വാ, and give them some food that I give you. Okay, so he went there, and we know what happened next. He was trapped. He was sold by his brothers. That is the same place where the enemy is trying to attack the servant of God, Elisha. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യോസെഫിനെ എവിടെ ട്രാപ്പ് ചെയ്തോ അതുപോലെ കുറച്ച് ജനറേഷൻസ് കഴിഞ്ഞിട്ട് ഇതാ പിന്നെയും എലീശനെ ട്രാപ്പ് ചെയ്യാൻ ഒരു എനിമി വരുന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ വീക്ക്നെസ്സസ്, സോ ദർ ആർ പ്ലേസസ് വെയറിൻ നമ്മൾ വീണു പോയിട്ടുണ്ട്. പല പ്ലേസുകൾ കാണും. ആ വീണുപോയ സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ച് നമ്മൾ അവിടെ നിന്ന് പുറത്തു വന്നാൽ, നാളെ നമ്മുടെ തലമുറ അതേ ഫേസിൽ വന്നാലും അവർ വീഴത്തില്ല. കാര്യം എന്താ? അവരെ കവർ ചെയ്യുന്നൊരു പ്രൊട്ടക്ഷനുണ്ട്. ദൈവം എന്നോട് വല്ലാതെ ഇടപെട്ടൊരു സംഭവമാണ്. ബിക്കോസ് എസ്പെഷ്യലി അത് യൗവനക്കാരോട് എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ബട്ട് ഇവിടെയുള്ള യൗവനക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വീണുപോയ ഒരു സ്ഥലം നമ്മൾ അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ there is a problem. What happens is, like, നാളെ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ജനറേഷനും അവിടെ തന്നെ വീഴും. പക്ഷേ യോസെഫിനെ പറ്റി നോക്കുമ്പം he was with God, and that's why അവിടെ ട്രാപ്പായെങ്കിലും ശരി, since his life was aligned with God, what happened? അവൻ അവിടെ ഒരു ട്രാപ്പായിട്ട് നമുക്ക് തോന്നിക്കും. പക്ഷേ ജനറേഷൻസ് കഴിയുമ്പം ഇവിടെ എനിമി വന്ന് പിന്നെയും ട്രാപ്പ് ചെയ്യുമ്പം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നൽകുക. Amen. Now this is the place where Elisha and his servant are in. Now we see, നമ്മൾ താഴോട്ടുള്ള വാക്യം വായിക്കും, ഞാൻ വായിക്കുന്നില്ല, താഴോട്ടുള്ള വാക്യം വായിക്കും, നമ്മളവിടെ കാണുന്നു. Early morning, okay, the servant wakes first, okay, he walks outside and he sees what he sees. കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ആർമി, ഹോഴ്സസ്, ചാരിയറ്റ്സ്, ഓക്കെ, പിന്നെ സോൾജേഴ്സ്, ഇവരെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദ സെർവൻറ്റ് സോ. ഇതെല്ലാം കാണുക. രഥമുണ്ട്, കുതിരകൾ, പിന്നെ സോൾജേഴ്സ്, ഇവരെല്ലാം ഇങ്ങനെ ചുറ്റിനും നിൽക്കുക. അന്നേരം ഓർത്തോണം, ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം, അറ്റാക്ക് ആരുടെ മണ്ടയ്ക്കാണ്? എലീഷയുടെ സെർവൻറ്റിൻ്റെ മണ്ടയ്ക്കല്ല, എലൈഷയുടെ മണ്ടയ്ക്കാണ്. ഓക്കെ, നൗ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് servant was deeply disturbed.
And he came running and he called his master and he said, "Master, what shall we do? What shall we do?" Okay? So, this is what is called as fear. Okay? Fear always asks, what shall we do now? ഒരു ഭയം വരുമ്പോൾ നമ്മൾ ചോദ്യം, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ ഒരു വിശ്വാസി ചോദിക്കുന്നത് വേറെ കേട്ടോ. വിശ്വാസി ചോദിക്കുന്നത്, ഇത് ദൈവം എന്തിനായിരിക്കും ചെയ്യുന്നത്? ആമേൻ. അതിനൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ രണ്ട് ചോദ്യത്തിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യം ഭയത്തിൽ ചോദിക്കുന്നത് എന്തുവാ? ഒരു മനുഷ്യ ജഡമാണ് സംസാരിക്കുന്നത്. സോ ഒരു വിഷയം വരുമ്പോൾ ജഡമല്ല, നമ്മുടെ ആത്മാവ്, നമ്മുടെ വിശ്വാസം സംസാരിക്കട്ടെ. ആമേൻ. ബിക്കോസ് അവിടെയാണ് നമ്മുടെ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ്റെ ബിഗിനിങ്. നമ്മുടെ എല്ലാ സൊല്യൂഷൻ്റെ ബിഗിനിങ് അവിടെ നിന്നാണ്. നമ്മുടെ നാവിൽ വരുന്ന വാക്കാണ് അതിന് കാരണം. Now, when I talk about faith, it doesn't mean that it is denial of something that is already existing. അത് പലപ്പോഴും നമ്മുടെ ഒരു ചിന്താക്കുഴപ്പമാണ്. അന്നേരം ഇപ്പം ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇവിടെ ഇങ്ങനെ ചുറ്റിനും സോൾജേഴ്സ് നിൽക്കുക. ഉടനെ ഒരു സെർവൻറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉടനെ പോ സാത്താനെ, അങ്ങനെയൊന്നുമില്ല, യേശുവിൻ്റെ നാമത്തിൽ. എലീശ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. So faith is not rejecting or denying the existing fact. Okay? ഇപ്പം ഞാൻ എളുപ്പം ഓർക്കുന്ന ഒരു ഉദാഹരണം, ഹൈദരാബാദിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാമിലിയിൽ ഒരു കൊച്ചു കുഞ്ഞ്, അവിടുത്തെ അങ്കിളിന് ഇരുട്ട് ഭയങ്കര പേടിയാണ്. ഓക്കെ, ഹി ഈസ് സോ സ്കെയർഡ് ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, ഒരു ദിവസം രാത്രി എല്ലാവരും കിടക്കുകയാണ്. അന്നേരം കുഞ്ഞെന്ത് ചെയ്തു, ഓടി വന്നിട്ട് പറഞ്ഞു, പപ്പ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുന്നു, പപ്പ ഒന്ന് എൻ്റെ റൂമിലോട്ട് വരണമെന്ന്. അവിടെ കിടന്ന് ഇങ്ങനെ അലയ്ക്കുക. അന്നേരം ഉടനെ പപ്പയ്ക്കും പേടിയല്ലേ, പപ്പയ്ക്കും പേടിയാ, പപ്പയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വയ്യ, കുഞ്ഞവിടെ കിടന്ന് കരയുക. ഓക്കെ, പപ്പ ഉടനെ എടുത്തല്ലേ പറഞ്ഞു, ഡാ നീ മിണ്ടാതിരി, നീ ചുമ്മാ ഇതൊന്നും പറയാതെ നീ മിണ്ടാതെ കിടന്നുറങ്ങടാ. അവിടെ എന്തുവായിരുന്നു? ആക്ച്വലി അത് വിശ്വാസമല്ല കേട്ടോ, അത് ഉള്ളിലെ പേടി കൊണ്ട് ചെയ്യുന്നതാണ്. സോ ഇതുപോലെ പല കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സിസ്റ്റിംഗ് സംഭവത്തെ ഇല്ല എന്ന് കാണുന്നതല്ല വിശ്വാസം. എക്സിസ്റ്റിംഗ് സംഭവത്തെ എക്സിസ്റ്റിംഗ് ആയിട്ട് തന്നെ കാണണം. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പം Elisha is not denying the fact, he is accepting it and then he prays something. അടുത്തതാണ്, അവൻ പിന്നെ പ്രാർത്ഥിക്കുന്നതാണ് ഒരു വലിയൊരു സംഭവം. ദാറ്റ് ഈസ് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലീശ പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് ഓപ്പൺ ഹിസ് ഐസ്. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. വിശ്വാസം എക്സിസ്റ്റിംഗ് സംഭവത്തെ ഡിനൈ ചെയ്യത്തില്ല, അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ബട്ട് പറയുന്നത് എന്തുവാ? കർത്താവേ, കണ്ണുകൾ തുറക്കപ്പെടണമേ. കണ്ണുകൾ തുറക്കപ്പെടണമേ. വൈ? ബിക്കോസ് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല റിയാലിറ്റി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ കണ്ണുകൊണ്ട് കാണുന്നതാണ് റിയാലിറ്റി എന്ന്. ബട്ട് നോ, യു ആർ മിസ്റ്റേക്കൻ. ബിക്കോസ് there is something else. So faith is not denying the fact that you see. Faith is accepting the fact plus believing that there is a purpose of God. Amen. Now, what happens is, like, look at the prayer of Elisha. He is not praying, കർത്താവേ സിറിയൻസ് ഇല്ലെങ്കിൽ അരാമിയൻസ് ഇവരെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയണമേ, ഇവരെ ഇല്ലാതാക്കി കളയണമേ. No, he didn't pray anything. He just prayed, കർത്താവേ കണ്ണുകളൊന്നും തുറക്കണമേ. ഈ ദിവസം നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. നമ്മളൊരു പ്രശ്നത്തെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ടാക്കിൾ ചെയ്യുന്നത്? am I like cursing God or else ഞാൻ ചുമ്മാ സാത്താനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? സാത്താനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തുറക്കപ്പെടേണ്ടത് നമ്മുടെ കണ്ണ. നമ്മൾ വെറുതെ കടന്ന് സാത്താനെ വിളിക്കുക. പ്രശ്നം നമ്മുടെ അടുത്താണ്. Now,
Look at this. കണ്ണ് തുറക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം കണ്ണ് തുറന്നു. അവിടെ കാണുന്ന ഒരു സംഭവം, ആ വാക്യം ചേച്ചി ഒന്ന് വായിച്ചു തരാമോ ചേച്ചി? യെസ്, ഓക്കെ, താങ്ക് യു ചേച്ചി. അവിടെ ശ്രദ്ധിക്കണേ. മൗണ്ടെയിൻ വാസ് ഫുൾ ഓഫ് ഹോഴ്സസ്, ചാരിയറ്റ്സ് ഓഫ് ഫയർ ഓൾ അറൗണ്ട് എലൈഷ. ആ ഒരു സംഭവം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. അവിടെ രഥമാണ് നിൽക്കുന്നത്, അഗ്നിമയമായ രഥം. ഞാനതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ ഇങ്ങനെ കുളിര് കയറുക. ദ റീസൺ ഇസ്, ഏലീശയ്ക്ക് ഈ പ്രൊട്ടക്ഷൻ എവിടുന്ന് കിട്ടി? ഏലിയാവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒരു പുതപ്പ് മുകളിൽ നിറഞ്ഞപ്പോൾ, മക്കളെ, ഇന്ന് ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ പറയുകയാണ്, നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുന്നത് ഇതുപോലെ ഉള്ളതായിരിക്കണം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുകൊടുത്ത പുതപ്പായിരിക്കണം അവരുടെ ഒരു കംഫർട്ട്. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ചു കേട്ടോ. ദ റീസൺ ഇസ്, ട്രെയിൻ ചെയ്ത ഏലിയാവില്ല, പക്ഷെ പുതപ്പിനെ പിടിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് പ്രശ്നം വന്നപ്പോൾ അവൻ്റെ ചുറ്റിനും അഗ്നിമയമായ രഥം നിൽക്കുക. അഗ്നിമയമായ രഥം. ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രി സമയം നമ്മളിതുപോലെ ഒന്ന് ചിന്തിക്കണം. കർത്താവേ, ഞാൻ ദൈവകൃപയല്ല നിൽക്കുന്നത്. ഗഡ്, എൻ്റെ മക്കൾക്ക് ഞാൻ എന്തോ കൊടുക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന അങ്കിളുമാരും ആൻറ്റിമാരോടും എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, വരുന്ന ജനറേഷൻ എന്തോ നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളൊക്കെ ഫേസ് ചെയ്ത പ്രോബ്ലം ഈ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്തത് നിൽക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർക്കൊരു എന്തോ ഒരു കൈമാറ്റം നമ്മൾ നടത്തണം കേട്ടോ. നമ്മൾ കൈമാറ്റം നടത്തണം. അതിൻ്റെ തുടക്കങ്ങൾ നമ്മൾ ഇടണം. ബിക്കോസ് ഇന്ന് നമ്മൾ അവരെ കുഞ്ഞുങ്ങളായിട്ട് കാണുക, പക്ഷെ നാളെ നമ്മൾ ലോകത്തിന് വിട പറയുമ്പോൾ അവർ ഈ ദൈവവചനം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റിനും ഇതുപോലെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അവിടെ വേണം. ഇവിടെ നമ്മൾ കാണുകയാണ് ചാരിയറ്റ്സ്, രഥങ്ങൾ. നമ്മുടെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ആ കാലത്തെ ഒരു സ്ട്രെങ്ത്തിനെ കാണിക്കുന്നതാണ് രഥം. അന്നേരം ശത്രു തൻ്റെ സ്ട്രെങ്ത്തിനെ കാണിക്കാൻ വേണ്ടി രഥത്തെ കൊണ്ടുവരിക. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഹെവൻലി പ്രൊട്ടക്ഷനെ കാണിക്കാനാണ് എന്ത് ചെയ്യുന്നു? ആ അഗ്നിമയമായ രഥത്തെ ഇറക്കിയത്. സോ ദ എനിമി ആ ശത്രു കൊണ്ടിരുന്നത് ഏറ്റവും പവർഫുൾ സാധനമാണ്. പക്ഷേ ശത്രുവിൻ്റെ കയ്യിലുള്ളതിനെ കാട്ടിലും ഉപരിയായിട്ട് സംതിങ് സൂപ്പർ നാച്ചുറൽ ഇസ് വിത്ത് അസ്. പലപ്പോഴും നമ്മളത് മറന്നു പോകും. അറിയോ, പലപ്പോഴും നമ്മൾ ചിന്തിക്കും സാത്താൻ്റെ കയ്യിലെ ഏറ്റവും വലിയ വെപ്പൺ ഇരിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനല്ല. ഏറ്റവും വലിയ വെപ്പൺ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ എൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമേ. ബിക്കോസ് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ തോന്നിപ്പിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ ആയത്. പക്ഷെ അന്തർഭാഗത്തൊരു കണ്ണ് തുറന്നാലുണ്ടല്ലോ, അന്നേരം നമുക്കറിയും. ഏലീശ നമ്മുടെ സെർവനോട് പറഞ്ഞതുപോലെ അവരുടെ കൂട്ടത്തിലുള്ളവരെക്കാട്ടിലും അധികമാണ് നമ്മുടെ കൂട്ടത്തിൽ. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. അവിടെ നമ്മൾ കാണുന്നത്, വാട്ട് ഡിഡ് the servant see? He saw the chariots surrounding whom? Elisha. സെർവൻറ്റിനല്ല കേട്ടോ, സെർവൻറ്റിനല്ല പ്രൊട്ടക്ഷൻ. എലൈഷയ്ക്ക് മൊത്തമായിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുക. നേരം ഓർക്കണേ, ഇപ്പം എലൈഷ ഇവിടെ നിൽക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ സെർവൻറ്റ് saw that the whole army is
ഇങ്ങനെ ചുറ്റി നിൽക്കുക. പക്ഷെ സെർവൻ്റ് കണ്ണു തുറന്നപ്പം ദാണ്ട അകത്തൊരു ആർമി ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു. ഓ, അതൊരു ഭയങ്കര സംഭവമല്ലേ? അതൊരു ഭയങ്കര സംഭവമാണ്. ബിക്കോസ് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങുമ്പം നമ്മൾ കയറുന്ന പോലെ അല്ല നമ്മൾ ഇറങ്ങി വരുന്നത് കേട്ടോ. ബിക്കോസ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രം ഇറങ്ങി വരുന്നതോ അല്ല, ഒരു സൈന്യമായിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് പുറത്ത്. റഠനഗരം ശ്യാനകർമ്മസികർമ്മീനിരശസ്യ. രാത്രി സമയം നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഈ ഒരു റെവലേഷൻ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരോടോ നമ്മുടെ കുഞ്ഞുങ്ങളോടോ പറയാം, മോനെ നീ ദൈവത്തിൽ വിശ്വസിക്കണം കേട്ടോ, ദൈവത്തോടെ പ്രാർത്ഥിക്കണം. അവർ തിരിച്ചു ചോദിക്കും എന്തുകൊണ്ട് എന്ന് പറയുമ്പം നമുക്കും പറയാൻ സാധിക്കും ഇതുപോലെ, കർത്താവേ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. പക്ഷെ ഇന്ന് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറന്നാൽ, തുറന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ തുറന്നാൽ അവർ നമുക്ക് ചുറ്റിനും എന്തുവാ കാണുന്നത്? Do they see the same army? If they don't see it, it's a high time that we correct ourselves. Amen. എൻ്റെ സമയം ഒത്തിരി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് കയറാം. Let's read Genesis chapter 21 verse 14 to 21. അതാണ് ആ സ്ക്രിപ്ചർ. സോ Genesis chapter 21. ഞാനത് പറഞ്ഞു പോയിക്കോളാം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. സോ 14 നമുക്ക് അറിയാവുന്ന സ്റ്റോറി തന്നെയാണ് ഇതും. Hagar and Ishmael. Okay, so we know that Abraham had a lot of servants, and out of that Hagar was one. Okay, and the verse number 14, we see that early the next morning, okay, Abraham took some food and a skin of water and he gave them to Hagar. Okay, and he set them on her shoulders and then sent her off with the boy. Okay, so now ഹാഗറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പം, ഹാഗർ she was an Egyptian slave. ഒരു സ്ലേവിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഹാഗർ ഇവിടെ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു. നമുക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ. ദ റീസൺ ഇസ്, ഹാഗർ വീട്ടിൽ വന്നു, അബ്രഹാമിന് കുഞ്ഞില്ലാതെ വന്നപ്പോൾ സാര സെഡ് യു ക്യാൻ ടേക്ക് ഹേഗർ. അന്നേരം ഹാഗറിന് ഒരു ഒപ്പീനിയൻ ഇല്ലായിരുന്നു, വോയിസ് ഇല്ലായിരുന്നു. ഷീ ആക്സെപ്റ്റഡ് ഇറ്റ്. കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ പ്രോമിസ് നിറവേറി. ഐസക് വാസ് ബോൺ. ഉടനെ സാരയും അബ്രഹാം തമ്മിൽ വിഷയം ഉണ്ടായി. ദെൻ ദൈവം പറയുകയാണ്, വിട്ടേര്, ഹാഗർ ഇറങ്ങുക. എന്ന് വെച്ചാൽ ലുക്ക് അറ്റ് ഹൗ പെത്തറ്റിക് ദ സിറ്റുവേഷൻ ഇസ്. അവരുടെ ബ്രോക്കൺനെസ് നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ആഴമായൊന്ന് ചിന്തിക്കണം. അവരുടെ ജീവിതത്തിലെ ഡെസിഷൻസ് അവളല്ല എടുക്കുന്നത്, മറ്റുള്ളവരാ. അവൾ ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്നെങ്കിൽ അതാരേലും തീരുമാനിച്ചിട്ട. അവൾ ഒരു കുഞ്ഞിന് പ്രസവം കൊടുക്കുന്നതും ആരേലും തീരുമാനിച്ചിട്ട. അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതും ആരോ തീരുമാനിച്ചിട്ട. ഹാഗർ നമുക്കറിയാം, ഹാഗറിനെ അബ്രഹാം ഇവിടെ നിന്ന് പുറത്തേക്ക് വിടുമ്പം, she is walking into a wilderness and we know the place. What is that place? That place is called as the plains of, or else the wilderness of Beersheba. Okay, now ബർഷേബ മരുഭൂമിയിലേക്ക് ഒരു കുഞ്ഞിനെയും ക്യാരി ചെയ്തുകൊണ്ട്, കുറച്ച് അപ്പവും വെള്ളവും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അമ്മയെ നിങ്ങളെല്ലാം ഒന്ന് ഇമാജിൻ ചെയ്യണം. ഓക്കെ, ബൈബിൾ സേസ് ഷി വാസ് വാൻഡറിങ്. ഓക്കെ, വാൻഡറിങ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യം ഇല്ലാത്ത ഒരു യാത്രയാണ്. ഒരു ലക്ഷ്യമില്ല, ഷീ ഈസ് ജസ്റ്റ് വാക്കിംഗ്. ഓക്കെ, എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കണം, അവൾ ഓരോ
പടികൾ വെക്കുമ്പോഴും അവിടെ പ്രൊട്ടക്ഷൻ എന്ന് അവൾ ആശ്രയിച്ച് നിന്ന ആ ഭവനത്തിൽ നിന്ന് ഇങ്ങനെ ദൂരം വിട്ടുപോയിക്കൊണ്ടിരിക്കുക. പ്രൊട്ടക്ഷനിൽ നിന്നേക്ക് അൺപ്രൊട്ടക്റ്റഡ് പ്ലേസിലേക്ക്, ഇത്രയും നാൾ എല്ലാം കിട്ടിയ സ്ഥലത്തു നിന്ന് ഒന്നുമില്ലാത്ത മരുഭൂമിയിലേക്ക്, ഒരു കുറവുമില്ലാതെ കഴിഞ്ഞ ആ ഒരു സ്ഥലത്തു നിന്നൊന്നുമില്ലാത്തൊരു അനുഭവത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇമാജിൻ, നമ്മൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും. എടാ, നാളത്തെ ദിവസം എങ്ങനെ കഴിയും നമുക്കറിയത്തില്ലെങ്കിൽ നമുക്ക് എല്ലാം ഫ്യൂസ് പോകും. ബട്ട് ലുക്ക് അറ്റ് ഹർ, അവളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആയിപ്പോയി. ബിക്കോസ് ആസ് എ സെഡ്, അവളുടെ ലൈഫിനെ അവളല്ല തീരുമാനിക്കുന്നത്, അവൾ സെർവൻ്റാ. ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ട് അവളിങ്ങനെ കഴിയുന്നത്. ഹാഗാറിൻ്റെ കയ്യിലുള്ള വെള്ളം, ആഹാരമെല്ലാം തീർന്നു. ആൻഡ് നമുക്ക് അവിടെ അറിയാം, മകൻ്റെ ആ ഒരു വേദന അല്ലെങ്കിൽ കരച്ചിൽ കാണാൻ വയ്യാതെ എന്ത് ചെയ്തു, ഒരു I don't know how do you say that, എന്നിട്ട് എത്ര ദൂരത്തിലാണ്? അൻപിൻപാട് ദൂരത്തിൽ ഇരുന്നു. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ ഇല്ല, വേറെ ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് എ ബോ ഷോട്ട് അവേ. ഉണ്ടോ? അവിടെ ഉണ്ടോ? ഓക്കെ. ഓ യാ. സോ എ ബോ ഷോട്ട് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോ ആരോ വെച്ച് എറിഞ്ഞ് ഉന്നം വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അന്നേരം ഒരു ഹണ്ടർ ഉന്നം വെക്കണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഡിസ്റ്റൻസിലായിരിക്കണം. അന്നേരം ഹാഗാർ കുഞ്ഞിനെ കൊണ്ട് ചെന്നിട്ട് വെച്ചിരിക്കുക. ബട്ട് സ്റ്റിൽ അവിടെ ഒരു കണ്ണ് അവരെ മണ്ടയ്ക്ക കാണാൻ വയ്യ, കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ വയ്യ. പക്ഷെ എന്നാലും അമ്മയുടെ സ്നേഹമല്ലേ. ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ ഒന്നും ഏറ്റവും വലിയ കരുതൽ അപ്പൻ്റെ ഒന്ന്. സോ അതാണ് നമ്മളവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ദൂരം വിട്ട് നിൽക്കുക, കാണാൻ വയ്യ, ബട്ട് സ്റ്റിൽ ഒരു ബോ ഷോട്ട് അവേ. ഓക്കെ, നൗ we know that. അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവം എന്താണെന്നറിയാം. അവിടെ ഇസ്മായേൽ കടന്ന് കരയുകയാണ്, ഹാഗാറും കടന്ന് കരയുകയാണ്. നമുക്ക് അവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഓക്കെ, നമ്മൾ അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഗോഡ് ഹേർഡ് ദ വോയിസ് ഓഫ് ദ ബോയ്. ഞാനിത് വായിച്ചിട്ട് ഞാനൊന്ന് ഇതെന്തുവാ, ബിക്കോസ് പാവം ഹാഗാർ ഇത്രയും കടന്ന് വിഷമിക്കുന്നു. ബട്ട് look at God. God heard the voice of the boy. ഞാനതിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, വൈ? ബിക്കോസ് അമ്മയുടെ അല്ലേ കേൾക്കേണ്ടത്. അന്നേരം ദൈവം എനിക്ക് തന്നൊരു, അത് കറക്റ്റാകാം തെറ്റാകാം, ബട്ട് സ്റ്റിൽ ഓക്കെ. ഹാഗർ ഈ കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞാൽ, ഓക്കെ, അവിടെ ഇട്ട്, ഇല്ലെങ്കിൽ ആ കുഞ്ഞ് മരിച്ചു എന്ന് വെച്ചു, ഹാഗറിന് ജീവിക്കാൻ വേറൊരു സ്ഥലമുണ്ട്. ഓക്കെ, ഷീ ക്യാൻ ഗോ, ഷീ ക്യാൻ സ്റ്റേ സംവെയർ. ഓക്കെ, പിന്നെ ഹാഗറിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൾ ഇത്രയും നാൾ സെർവൻ്റായിട്ടൊരു ജോലി ചെയ്തതാ. അവൾക്ക് ജീവിക്കാൻ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ അവൾക്കൊരു മാർഗമുണ്ട്. പക്ഷെ അപ്പുറത്തെ കരയുന്ന കുഞ്ഞുണ്ടല്ലോ, ഒന്നിനും കേപ്പബിൾ ഇല്ലാത്തതാ. അതിനൊരു ജോലി ചെയ്യണമെങ്കിൽ പറ്റുമോ? പറ്റത്തില്ല. അതിനൊരു ജോലി തേടിപ്പോകാൻ പറ്റത്തില്ല. അത് കിടന്ന് കരയുക. ആ സിറ്റുവേഷന് ദൈവം എന്നെ പഠിപ്പിച്ചത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ശൂന്യാവസ്ഥയിൽ നിനക്കൊന്നും പറ്റത്തില്ല എന്നെപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നോ, ആ കരച്ചിലാണ് ദൈവം കേൾക്കുന്നത്. ബിക്കോസ് ഹാഗർ അവിടെ കരയുന്നുണ്ട്, ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ ഇസ്മായേലിൻ്റെ കരച്ചിൽ കേൾക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുഞ്ഞിന് ഒന്നും സാധിക്കത്തില്ല. അവിടെ കിടത്തി അവിടെ തന്നെ കിടക്കും. അങ്ങനെ കിടക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഗോഡ് ഹേർഡ് ദ ക്രൈ ഓഫ് ദ ബോയ്. നമ്മളെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു the angel of the Lord appeared. അതെന്തുവാണ് ഏഞ്ചൽ എന്തുവാണ് പറയുന്നത്? Yes, exactly. So
ഇവിടെ നോക്കണേ, അവിടെ പറയുക ഫിയർ നോട്ട്. നമ്മൾ നേരത്തെ വായിച്ച ആ എലീഷ ആൻഡ് സെർവൻ്റ് സ്റ്റോറിയിലും എലീഷ സെർവനോട് പറഞ്ഞ എന്തുവാ? ഭയപ്പെടണ്ട. ഇവിടെ ഏഞ്ചൽ ആകണ്ട് പറയും ഭയപ്പെടണ്ട. ഓക്കെ, ഭയപ്പെടണ്ട. വൈ? ഇതെല്ലാം മുന്നമേ ഡിസൈഡ് ചെയ്ത സംഭവങ്ങളാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഴ്സ് 19 വായിക്കണം. 19 I want everyone to read. Then God opened her eyes and she saw a well of water. God did not form a well there. He just opened her eyes. കണ്ണ് തുറന്നപ്പം ഇവളിത് കണ്ടു. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ അകത്തെ കണ്ണ് തുറന്നില്ലെങ്കിൽ എത്രയോ നന്മകൾ നമുക്ക് കാണാതെ പോകും. ബിക്കോസ് ഹിയർ ഗോഡ് ഡിഡ് നോട്ട് ക്രിയേറ്റ് എ വെൽ. ഒരു പുതിയതായിട്ടൊരു സൃഷ്ടിയല്ല അവിടെ, ഓൾറെഡി ഉള്ളതാ. അത് അവക്കൊന്ന് കാണിച്ചു കൊടുത്തു. ആ മറവി കടന്ന സംഭവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ദാറ്റ് ഇസ് ഗോഡ് ഇസ് റിവീലിംഗ് സംതിങ് ടു ഹർ. So today, whatever problems that you are in, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംഭവം, കർത്താവേ ഒരു നീക്കുപോക്ക് തരിക എന്ന് മാത്രമല്ല, മറിച്ച് കർത്താവേ ഇതിൽ ദൈവം ഹൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊവിഷനെ എനിക്കൊന്ന് റിവീൽ ചെയ്ത് തരണമേ. അതൊന്ന് റിവീൽ ചെയ്ത് തരണം. നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ വായിച്ചത് നമ്മുടെ എലൈഷ ആൻഡ് സെർവൻറ്റിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടത് ദൈവം ഹൈഡ് ചെയ്തു വെച്ച പ്രൊട്ടക്ഷനാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ഹൈഡ് ചെയ്തു വെച്ച പ്രൊവിഡൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളുള്ള താഴോട്ട് വാക്യം നമുക്കറിയാം. അവൾ ആ ഒരു റെവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴും she said, El Roi, El Roi, the God who sees everything. Amen. The God who sees everything. No matter what you are in today, the word of God says there is a God who is watching over you. There is a God who is seeing everything. The only prayer that we need to have is, God, open my eyes so that I can see the provision and the protection that you have given me. And finally, നമുക്ക് അടുത്തൊരു പാസേജിലേക്ക് നമുക്ക് കയറാം. That is Luke chapter 24 verse 13 to 35. Luke chapter 24 verse number 13. Okay, verse number 13 to 35. Now, let me give you a context of this passage as well instead of reading it. Okay, so we know that Jesus was crucified. Okay, Jesus was crucified. Okay, and then Jesus was buried, and we know that Jesus rose again. He appeared to Mary Magdalene and few of the disciples. Okay, and then പിന്നാണ് നമ്മൾ കാണുന്നത് verse number 13. There we see that the same day 2 of the disciples were going to a village called Emmaus. Okay, so 2 ശിഷ്യന്മാർ, ഇത് മറ്റേ 12 ശിഷ്യന്മാരിൽപ്പെട്ട ആൾക്കാരല്ല, ഇത് അല്ലാത്ത 2 ശിഷ്യന്മാരാണ്. Biblical scholars, they say that these people can be from the 70 disciples that Jesus sent. Okay, അത് ഒരു ഇതാണ്. But still, now when we look at this, here the problem is that അവരുടെ പ്രോബ്ലം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ let's read verse number 18 to 20. 21. ആരെങ്കിലും ഒന്ന് വായിക്കാവോ?
യെസ്. സോ അവരുടെ പ്രശ്നം യേശുവിൻ്റെ മരണമായിരുന്നു. ഓക്കെ, ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, പ്രോബ്ലി ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഈസ്റ്റർ. ഓക്കെ, ദ സെലിബ്രേഷൻ ഇസ് ഗോയിങ് ഓൺ ഇൻ ദ ഹെവൻ. ഓക്കെ, ഏഞ്ചൽസ് സന്തോഷിക്കുകയാണ്. ഒരു ഭയങ്കര ഒരു ഹിഡൻ മിസ്റ്ററി റിവീലായി, അത് ഫുൾഫില്ലായി. ഹെവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചില സ്ത്രീകൾ അത് യേശുവിൻ്റെ ഉയർപ്പ് കണ്ടിട്ട് അവർ സന്തോഷിച്ചു. പക്ഷെ ഇവർ രണ്ടുപേരും മാത്രം ഭയങ്കര ടെൻഷനിലാണ്. വൈ? ദേ ആർ കൺഫ്യൂസ്ഡ്. They are confused with everything. What they have seen, what they have heard, they are in utter confusion. They are like, അവരിതെല്ലാം കണ്ടിട്ട്, നമ്മുടെ മലയാളത്തിൽ പറയണമെങ്കിൽ ആകെ പുകഞ്ഞൊരു അനുഭവം. അവരെന്ത് ചെയ്തു? ശരി, നമുക്ക് തിരിച്ചങ്ങ് പോവാം. ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. വേർ ഇസ് ദിസ് ഹാപ്പനിങ്? ജെറുസലേം. Okay, and if you look at Luke is the only gospel in the Bible wherein chapter 1 starts with Jerusalem and chapter 24 ends with Jerusalem. Okay, now ഇവിടെ ഇവർ ആകെ പുകഞ്ഞ് ഇവരെന്ത് ചെയ്തു? ഇവർ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഗോ. ആൻഡ് തമാശ രൂപേണ, ഓക്കെ, നമ്മൾ പലപ്പോഴും പല മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. യെരൂശലേമിനെ വിട്ടുപോയി തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് ദേവദാസന്മാർ ഒത്തിരി പ്രസംഗിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് പറയാനല്ല ഞാൻ വരുന്നത്. ബട്ട് ഇവർ യെരൂശലേമിനെ വിടാനുള്ള കാരണം ആകെ ഒരു കുഴപ്പത്തിൽ അവിടെ ഒരു സിറ്റുവേഷൻ നടക്കുക. ദാറ്റ്സ് വൈ ദേ ലെഫ്റ്റ് ആൻഡ് ദേ ആർ ഗോയിങ് ബാക്ക്. ആൻഡ് now when you look at this the distance, so it's around 11 kilometers or 7 miles. So they are walking, and verse number 15 says that Jesus himself drew near and went with them. Okay, യേശു തന്നെ അങ്ങോട്ട് ചെന്നു അവരുടെ കൂടെ അങ്ങ് നടന്നു. ഓക്കെ, അവർ ഇൻവൈറ്റ് ചെയ്തില്ല കേട്ടോ, അവരങ്ങനെ തന്നെ അങ്ങ് കയറി അങ്ങ് നടന്നു. ഇതാണ് ആക്ച്വലി ഒരു ഗ്രേസ് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടോ നമ്മൾ ചോദിച്ചിട്ടോ കിട്ടിയതൊന്നുമല്ല. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് കൃപ. എല്ലാം കൃപ. ഞാൻ ചോദിച്ചതോ ഞാൻ കൊടുത്തതോ അല്ല, എല്ലാം അവിടുന്ന് ഇങ്ങോട്ടായിരുന്നു. ഇൻ ദ സെയിം വേ ജീസസ് വാസ് ക്ലോസർ ടു ദം. ജീസസ് ഡ്രൂ നിയർ ടു ദം. ഓക്കെ, ആൻഡ് അവിടെ ഒരു വാക്യം അവിടെ കാണുന്നുണ്ട്. ലൂക്ക് പറയുന്നു, their eyes were prevented from seeing him. അതിനെ വല്ലാതെ കുഴപ്പത്തിലാക്കി. അതെന്തൊരു ഇതാ, their eyes were kept from recognizing him. പക്ഷേ ഞാൻ പിന്നെ താഴമായി ചിന്തിച്ചപ്പോൾ അങ്ങനെ their eyes were kept from recognizing him. ആ പ്രോബ്ലം വരാനുള്ള കാരണം എന്താ? അകത്തെ കൺഫ്യൂഷനാണ്. അകത്തെ കൺഫ്യൂഷൻ കാരണം അവരുടെ കണ്ണ് കുരുടായിപ്പോയി, അവർക്ക് കാണാൻ പറ്റാതായിപ്പോയി. ഇതുപോലെ പല പ്രശ്നങ്ങളും പല കൺഫ്യൂഷൻസും കയറി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കണ്ണ് ബ്ലൈൻഡായി പോകും. നമ്മൾ യേശുവിനെ കാണത്തില്ല. കൂടെ നിൽക്കുന്ന യേശുവിനെ കാണണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം അല്ല, മറിച്ച് നമ്മുടെ വിഷനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. ഇന്ന് രാത്രി നമ്മൾ ആ വിഷനെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ we can see Jesus walking with us. Amen. So ഇവിടെ നമ്മൾ നോക്കുമ്പം യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തോ സംസാരിക്കുന്നത്? അവരോടനെ തിരിച്ചു നോക്കി, മലയാളത്തിൽ പറയണത് സാറിന് ഇതൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ വലിയ സംഭവങ്ങൾ നടക്കുക. അന്നേരം സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തു. എനിക്ക് ഒരു കോമഡി ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ കർത്താവ ക്രൂശിച്ച് മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ആളിനോടാണ് ഈ കഥയെല്ലാം പറയുന്നത്. നമ്മൾ പലപ്പോഴും ഗോസ്പൽ പറയേണ്ടിയവരോടല്ല, നമ്മൾ കർത്താവിനോടാണ് ഗോസ്പൽ പറയാറുള്ളത്. ഓക്കെ, ഇവര് ഗോസ്പൽ എന്ന് കർത്താവിനോട് പറയുക. ഓക്കെ, നൗ Jesus understood that their problem is with their mindset, because they expected Messiah to be, അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, the savior of the Israel. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇസ്രായേലിനെ വിടുവിക്കുന്ന ഒരു രക്ഷിതാവായിട്ട് അവർ കണ്ടു. അത് നടന്നു. പക്ഷേ അവരുടെ എക്സ്പെക്ടേഷൻ അതല്ലായിരുന്നു. മെസ്സയ്യ കൊല്ലപ്പെടുക, അതല്ലായിരുന്നു അവരുടെ എക്സ്പെക്ടേഷൻ. ഇതുപോലെയാണ് ചില ദൈവപ്രവർത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ എക്സ്പെക്ടേഷനുമായിട്ട് മാച്ച് ആകാത്തത് കൊണ്ട് നമ്മളിപ്പോഴും അതൊന്നും ദൈവപ്രവൃത്തി അല്ല ഇന്ന് തള്ളി നിർത്തിയിരിക്കുക. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി റിഡംഷൻ നടന്നു. ബട്ട് ദേ ആർ സെയിങ് ദാറ്റ് നടന്നിട്ടില്ല.
ദാറ്റ്സ് വൈ വാട്ട് ജീസസ് ഡിഡ് ഇസ് ലൈക്ക്, ജീസസ് എന്ത് ചെയ്തു? ജീസസ് ടോൾഡ് ദം അബൌട്ട്, അവരെ വിളിക്കുന്ന ഒരു പദമുണ്ട്, ഫൂളിഷ് മെൻ എന്നാണ് വിളിച്ചത്. കാര്യം എന്താ? എടാ, രക്തം കൊടുത്തിട്ട് ഒരു ദിവസം ആയില്ല, ഉടനെ കിടന്ന് സംശയിക്കുക. രക്തം കൊടുത്ത് വീണ്ടെടുത്തതാ. ആ രക്ഷിതാവിനോട് പറയുന്നത് നമ്മളൊന്നും രക്ഷിച്ചിട്ടില്ലെന്ന്. ജീസസ് അവരെ ഫൂളിഷ് എന്ന് പറയുന്നു. ഫൂളിഷ് എന്ന് വിളിച്ചിട്ട് അവരെ കറക്റ്റ് ചെയ്യുക. ജീസസ് ഡിഡ് നോട്ട് റിവീൽ ഡയറക്ട്ലി സെയിങ് ദാറ്റ്, ഹേയ് ഐ എം ജീസസ്, ഐ വാസ് ദ വൺ ഹു വാസ് കിൽഡ് ആൻഡ് ഞാനിപ്പം തിരിച്ചു വന്നിരിക്കുന്നു, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇൻസ്റ്റഡ് ജീസസ് എന്ത് ചെയ്തു? ജീസസ് അവനെ തന്നെ റിവീൽ ചെയ്യുന്നതിന് മുന്നേ അവരുടെ ലൈഫിലുള്ള ആ തെറ്റായ തോട്ടിനെ അങ്ങ് എടുത്ത് മാറ്റി. What did Jesus do? He taught them scriptures. താഴെയുണ്ട് കേട്ടോ. So he taught them scriptures. He taught them about prophets starting from Moses. അവിടെ മുതൽ എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരണേ. ഞാൻ എളുപ്പം ഒന്നുകൂടി പോകണേ. ദാറ്റ് ഈസ് താഴെ ഒരു വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഐ ഡോണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. ദാറ്റ് ഇസ് ഓക്കെ. ഞാൻ പറഞ്ഞു പോകാം 31. താങ്ക് യു വെരി മച്ച്. യാ, സോ എന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു കേട്ട് യേശു കർത്താവ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് യേശുവിനെ എന്ത് ചെയ്തു? ദേ ഇൻവൈറ്റഡ് ടു ദെയർ ഹൗസ്. ദേ ആർ ഇൻ ദ ഹൗസ്. ആഹാരം കഴിക്കാനിരുന്നപ്പം കർത്താവ് എന്ത് ചെയ്തു? ഒരു അപ്പം എടുത്തു, ബ്രേക്ക് ചെയ്തു, അവർക്ക് കഴിപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ്, then their eyes were opened. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റായ ആ ഒരു കോൺസെപ്റ്റ് ഉള്ളിൽ കിടന്ന ആ മൈൻഡ് സെറ്റിനെ ദൈവം വചനം കൊണ്ട് ദൈവം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഫെലോഷിപ്പിനകത്തോട്ട് കയറ്റി. then they saw who Jesus was. Amen. ഇതൊരു കറക്ഷൻ സംഭവം കേട്ടോ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ദാറ്റ് ഈസ്, നമ്മൾ ദൈവത്തെ പറ്റി ക്ലിയറായിട്ട് ഒന്ന് മനസ്സിലാക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രോപ്പർ റെവലേഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സ്റ്റോറിയിൽ നമ്മൾ നോക്കുമ്പം യേശുവിൻ്റെ പ്രസൻസാണ് അവർ കാണാതെ പോയത്. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ ഒരുമിക്കുകയാണ്. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവം മറച്ചു വെച്ച ആദ്യത്തെ പ്രൊട്ടക്ഷൻ, രണ്ടാമത്തെ പ്രൊവിഷൻ, മൂന്നാമത്തെ പ്രസൻസ്. ഇത് 3ഉം കാണാതെ പോയി. പക്ഷെ ഇവയെല്ലാം തിരിച്ച് ഇവർ കണ്ട അനുഭവങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിന് വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു പ്രാർത്ഥന വിഷയമായി ഇത് മാറട്ടെ. കർത്താവേ, എൻ്റെ കണ്ണുകളൊന്ന് തുറക്കപ്പെടണമേ. ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്നതൊന്നുമല്ല അപ്പച്ച, എനിക്കൊരു കർത്താവ് ഒരു ഡിവൈൻ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ കാണുവാൻ, കർത്താവെ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷനെ കാണുവാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പ്രൊവിഷനെ കാണുവാൻ, അങ്ങയുടെ പ്രസൻസിനെ മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ 21 ഉപവാസം നമുക്ക് തുടങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.